മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി അവിടെ ബിരേൻ സിംഗിന് പകരക്കാരനായി മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ BJP നടത്തിയിരുന്നു. പക്ഷേ ഒരു സമവായത്തിലെത്താൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. വിവരങ്ങൾ സിബി ഉണ്ടോ? സിബി ചേരുകയാണ് ഇതിൽ നിന്ന്. സിബി, ഒടുവിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോവുകയാണ്. ബിരേൻ സിംഗിന് ഒരു പകരക്കാരനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു സമവായത്തിലെത്താനോ അവിടെ BJPക്ക് കഴിയാതെ പോകുന്നു. മനു, തീർച്ചയായും മണിപ്പൂരിൽ ഭരണപ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂർ സംസ്ഥാനം മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, മണിപ്പൂരിൽ 2 വർഷത്തിലധികമായി കലാപം അവസാനിപ്പിക്കാൻ BJP സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഒരു ഇരട്ട എഞ്ചിൻ പോലെ പ്രവർത്തിക്കുന്ന BJP സർക്കാർ, ആ സർക്കാരിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിയായ ബീരൻ സിംഗ് രാജിവെച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും ഒരു പുതിയ പിൻഗാമിയെ കണ്ടെത്താൻ, ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല. അതേ തുടർന്നാണ് പിന്നീട് ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാ നിലയും BJPയുടെ സംസ്ഥാന ചുമതലയുള്ള സംബിത് പത്ര അടക്കമെല്ലാ നിലയും അവിടെ എത്തുകയും വിവിധ നേതാക്കളുമായിട്ട് എല്ലാ നിലയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ഇവിടെ മെയ്തേ കുക്കി വിഭാഗം, പ്രത്യേകിച്ച് കുക്കിയിലെ BJP MLA കുക്കി വിഭാഗം അടക്കം എല്ലാ നിലയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതുകൂടാതെ ഈ ഗവർണർ അജയ് കുമാറിനോട് റിപ്പോർട്ട് ഇത്തരത്തിൽ ചോദിച്ചിരുന്നു. ആ റിപ്പോർട്ട് സംസ്ഥാനത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയമായ സാഹചര്യം അടങ്ങുന്ന റിപ്പോർട്ട് ഗവർണർ അജയ് കുമാർ ബെല്ലെ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനുശേഷമാണ് ഇപ്പോൾ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രപതി ഭവൻ സത്യപ്രത സിംഗിന്റെ ഒക്കെ പേരൊക്കെ, സ്പീക്കറുടെ ഒക്കെ പേരൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ബിരേൻ സിംഗിനെ അനുനയിപ്പിക്കാൻ കഴിയാതെ പോവുകയായിരുന്നു. അങ്ങനെ ആരെങ്കിലും മുഖ്യമന്ത്രിയാക്കിയാൽ വീണ്ടും മെയ്തി വിഭാഗത്തെ ബിരേൻ സിംഗ് തെരുവിലേക്ക് ഇറക്കാനുള്ള സാധ്യതയൊക്കെയാണോ BJPയുടെ മുൻപിലുണ്ടായിരുന്നത്? അതുകൊണ്ടാണോ മറ്റു മാർഗങ്ങളില്ലാതെ ഇപ്പോൾ ഈ 2 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂർ പോകുന്നത്? മനു, അത് തന്നെയാണ്. കാരണം മണിപ്പൂരിലെ BJPയിൽ പാളയത്തിൽ അതിശക്തമായ സാഹചര്യം തന്നെയാണ് ഈ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാനുള്ള കാരണമുണ്ടായത്. പ്രത്യേകിച്ച് 60 MLAമാരിൽ 37 MLAമാരുമായി വ്യക്തമായ ഭൂരിപക്ഷം BJPക്ക് ഉണ്ട്. എന്നിട്ട് പോലും അവിടെ ഒരു സർക്കാർ രൂപീകരിക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ദേശീയ നേതൃത്വത്തിലുണ്ടായത്. പ്രത്യേകിച്ച് പലരുടെയും പേരുകൾ, സ്പീക്കർ അടക്കമുള്ള പലരുടെയും പേരുകൾ ഉയർന്നു വന്നെങ്കിലും അവിടെ ഈ ബീരൻ സിംഗുമായി അടുപ്പമുള്ള, അല്ലെങ്കിൽ ബീരൻ ഒപ്പം നിൽക്കുന്ന ബഹുഭൂരിപക്ഷം MLAമാരും ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടായി, അല്ലെങ്കിൽ BJPയിലെ പാർട്ടിക്കുള്ളിൽ തന്നെ പല പല വിഭാഗങ്ങളായി തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടുത്തെ പടലപ്പിണക്കവും പാളയത്തിൽ പടയും എല്ലാ നിലയും അവസാനിപ്പിക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ഇങ്ങനെ നിന്ന് കത്തുകയാണ്. 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് അവിടുത്തെ മനുഷ്യർ. പരസ്പരം സംസാരിക്കാതെ, നേരിട്ട് കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു സംസ്ഥാനം മാറിയിരിക്കുകയാണ്. അവിടെ ഇനി ഈ 2 വർഷം കഴിയുമ്പോഴെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ ഏതെങ്കിലും വിധത്തിൽ സാധിക്കുമോ? ഈ രാഷ്ട്രപതി ഭരണം വരുന്നതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള വിദൂര പ്രതീക്ഷ നമുക്ക് വയ്ക്കാൻ പറ്റുമോ? മണിപ്പൂരിൽ അങ്ങനെ ഒരു പ്രതീക്ഷ BJP ഭരിക്കുമ്പോൾ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, BJPയെ അല്ലെങ്കിൽ ഈ മണിപ്പൂരിനെ 2ആയി പിളർത്തിയത് BJPയുടെ ഈ ഇരട്ട എഞ്ചിൻ സർക്കാർ തന്നെയാണ്. നമുക്കറിയാം, നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത്, ദില്ലിയിലടക്കം പറയുന്നത്, ഇരട്ട എഞ്ചിൻ സർക്കാർ ഉണ്ടെങ്കിൽ വളരെയധികം വികസനവും സമാധാനവും ഉണ്ടാകുമെന്നാണ്. പക്ഷേ അത് ആ ഒരു ദേശീയത പറയുന്ന ഈ നരേന്ദ്രമോദിക്കാകട്ടെ അവിടെ കഴിഞ്ഞ 2 വർഷമായി മണിപ്പൂരിൽ ഇത്തരത്തിൽ വലിയ സംഘർഷമുണ്ടാവുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കുക്കി മെയ്തൈ വിഭാഗം നമ്മൾ ഏറ്റുമുട്ടുന്ന ഒരു വർഗീയ സംഘർഷമായി ആളിക്കത്തിച്ചത് BJP തന്നെയാണ്. തീർച്ചയായും മണിപ്പൂർ ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയിരിക്കുകയാണ്. ഈ കലാപമുണ്ടായി ഏകദേശം 2 വർഷത്തോളം ആകുമ്പോഴാണ് മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 2 ദിവസം വലിയ ചർച്ചകൾ ബിരേൻ സിംഗിന് ഒരു പകരക്കാരനെ കണ്ടുപിടിക്കാൻ വേണ്ടി BJP നടത്തി. പക്ഷേ സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബിരേൻ സിംഗിന്റെ ഭീഷണിക്ക് മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്ന് പറയേണ്ടി വരും. കാരണം ബിരേൻ സിംഗിന് ഇഷ്ടമില്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ മെയ്തേ വിഭാഗത്തെ വീണ്ടും തെരുവിലേക്ക് ഇറക്കുമെന്നൊരു ഭീഷണി BJP നേതൃത്വത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നു.